വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങോ കുക്കിങ്ങോ ക്രാഫ്റ്റോ അങ്ങനെ ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് ചിറ്റാറ്റ് പോലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടമ്മയുടെ ഫേസ്ബുക്ക് പേജിലായാലും വാട്സപ്പിലായാലും കമൻറ്റിലൂടെ ആയാലും കുറേ റിക്വസ്റ്റ്, ആ വീഡിയോ ചെയ്യും ഈ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നെറ്റിപ്പട്ടത്തിൻ്റെയാണ് ഏറ്റവും കൂടുതൽ. നെറ്റിപ്പട്ടത്തിൻ്റെ ഡൗട്ട്സ് തീരുന്നില്ലേ. ഞാൻ കുറേ വീഡിയോ നെറ്റിപ്പട്ടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന വീഡിയോ, അതുപോലെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ, ഒരുപാട് മെഷർമെൻറ്റ്. ഇപ്പോൾ നമുക്ക് എല്ലാ മെഷർമെൻറ്റും കൂടി ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് അല്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് അതിൻ്റെ ഡബിൾ എത്രയാണ് സൈസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമ്മൾ ചെയ്യുക. ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തതുകൊണ്ടായിരിക്കും, നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ കാണുന്നവരൊന്നും ആ വീഡിയോ കാണാത്തതുകൊണ്ടായിരിക്കാം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അതിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം കുറേ പേര് മെറ്റീരിയലിൻ്റെയും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ. അതാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ച് ബിസിയാണ്. എന്താ വെച്ചാൽ നാട്ടിൽ പോവുകയാണ്, അതാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പോൾ നാട്ടിൽ പോവുകയാണ്. 2 ദിവസം, നാളത്തെ കഴിഞ്ഞാണ് നാട്ടിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഒരാഴ്ചയ്ക്കായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. സ്റ്റിച്ച് ചെയ്യാനുണ്ട് കുറേ. കുട്ടികൾക്കൊന്നും ഡ്രസ്സ് കൊള്ളുന്നില്ല. ഇപ്പോൾ ഈ കൊറോണ ഏകദേശം 1 വർഷമായില്ലേ, കൊറോണയ്ക്ക് ബർത്ത്ഡേ ആവാറായി, ഇതുവരെ കൊറോണ പോയിട്ടില്ല. അപ്പോൾ പിള്ളേർ പുറത്തിറങ്ങിയിട്ട് കുറേ നാളായി, ഡ്രസ്സൊന്നും കൊള്ളുന്നില്ല. അപ്പോൾ കുറേ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. സാധാ ഡ്രസ്സസ്സാണ് കേട്ടോ. ഞാൻ കുറേ മെറ്റീരിയലൊക്കെ ഇരുന്നതൊക്കെ വെച്ചിട്ട് നോർമൽ ഡ്രസ്സസൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു, എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ തയ്യലിൽ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും കാര്യമായിട്ട് വരുന്നില്ല. ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ 2-3 വീഡിയോസൊക്കെ ഇടുന്ന പ്ലാൻ ഉണ്ട്. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്ങനെയായാലും പറ്റാറുള്ളൂ, അതാണ് കേട്ടോ. നോർമലി ഉള്ള എല്ലാ വീട്ടമ്മമാർക്കും ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ എന്നെപ്പോലെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ചെയ്യുന്ന ആൾക്കാർക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിയാലോ, എല്ലാ അമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് അധികമൊന്നും ചെയ്യാൻ പറ്റാത്തത്. ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും പറ്റാൻ ചാൻസ് ഇല്ല, ഭയങ്കര തിരക്കായിരിക്കും. സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ മെഷീനുള്ളത് മറ്റേ ഉഷയുടെ ചവിട്ടുന്ന മെഷീനാണ്. അതിൽ കുറച്ച് തയ്ക്കാൻ കുറച്ച് പാടാണ്. എനിക്ക് ബാക്ക് പെയിനൊക്കെ വരും. അല്ലാതെ തന്നെ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ബാക്ക് പെയിനും കൂടെ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. എന്നാലും ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങൾ കുറേ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി വീഡിയോസൊക്കെ ഗ്യാപ്പ് വരും. കഴിഞ്ഞ തവണ ഇതുപോലെ നാട്ടിൽ വന്ന സമയത്ത് കുറേ ഗ്യാപ്പ് വന്നായിരുന്നു വീഡിയോയുടെ. അപ്പോൾ കുറേ പേര് കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോയി യൂട്യൂബ് ഒന്നൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാം പറയുന്നത് കേട്ടോ. നാളത്തെ കഴിഞ്ഞ് പോവാണ്. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, കാരണം കുട്ടികളിലൊക്കെ നന്നായി കെയർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ക്യാമറയും പിടിച്ച് നിന്നാൽ ഒന്നാമത് ക്യാമറയൊക്കെ പാക്ക് ചെയ്തിട്ടാവും പോവുക. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോഴും ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ എത്ര വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ട്രൈ ചെയ്യാം കേട്ടോ. കാരണം ഇൻ്റർനാഷണൽ കുറേ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ പേരുടെ ട്രാവൽ ജേണി കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ജേണി അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എടുക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. വ്ളോഗ് ചെയ്യാൻ നോക്കാം കേട്ടോ പറ്റുവാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എത്തിയിട്ട് പ്രൊസീജിയറൊക്കെ എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. പിന്നെ അങ്ങനെ അധികം ഗ്യാപ്പ് വരാതിരിക്കാൻ ഞാൻ 2-3 വീഡിയോസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ചെല്ലുമ്പോൾ ക്വാറന്റൈൻ ആയിരിക്കുമല്ലോ 7 ഡേയ്സ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പയ്യെ ഇടാം കേട്ടോ. നമ്മുടെ സാരി ഗൗണ്ട് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അത് തന്നെ ഇടാം. ക്വാറന്റൈനിലിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നെറ്റ് കിട്ടുന്ന പോലെ. ഇപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞ് വീട്ടിലെത്തിയാലൊക്കെയാണ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ തന്നെ വീഡിയോ ഞാൻ സാരി ഗൗൺ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ സ്റ്റിച്ചിങ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ആയിരിക്കും ആദ്യം ചെയ്യുക. പിന്നെ നമുക്ക് കൂടുതൽ ചിലപ്പോൾ നാട്ടിൽ ചെന്ന വ്ളോഗ് ആയിരിക്കും, കാരണം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാനായിട്ട് അധികം പറ്റില്ല. ഞാൻ എടുത്തു വെച്ച വീഡിയോസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വ്ളോഗ്സൊക്കെ ആയിരിക്കും കൂടുതൽ.
അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളോട് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കില്ലേ യൂട്യൂബ് നിർത്തിയോ എന്ന് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. കുറേ പേര് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് കോൾ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ്. അപ്പോൾ ഇനി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫോണും ലാപ്ടോപ്പൊക്കെ ഒരെണ്ണേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ലാപ്ടോപ്പ് ഒരാൾക്ക് ഫോണും വയ്ക്കണം. അപ്പോൾ തീരെയും ചിലപ്പോൾ കോളൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. കുറേ പേരോട് ഞാൻ ഡയറക്റ്റ്ലി പറയുന്നുണ്ട് കോൾ ചെയ്യേണ്ട, വോയിസ് ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും കുറേ പേര് ഡയറക്റ്റായിട്ട് കോൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.